ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് 1 മാർക്ക് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. കോർഡിനേറ്റ് ജിയോമെട്രിയിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ചോദിക്കുന്നത് നോക്കാം. ദ പോയിന്റ് വിച്ച് ലൈസ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് പോയിൻറ്റ്സ് A-2, -5 ആൻഡ് B-2, 5 ഈസ് ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് വരുന്നതെന്ന് നമുക്ക് ചെയ്ത് നോക്കണം. അതപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പോയിന്റ് വിച്ച് ലൈസ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിന്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് പറയുന്നത്? അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ഈസ് ഓൾവേസ് പാസസ് ത്രൂ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് അല്ലേ. മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് പോയിന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മിഡ് പോയിന്റ് കാണാനുള്ള ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2 y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അത് പോയിൻറ്റ്സ് ഏതാണ്? എയും ബിയും ആണ് അല്ലേ. അപ്പം മിഡ് പോയിൻറ്റ് എയും ബിയിലെ പോയിൻ്റ് എന്നാണ് പറഞ്ഞത്? എയുടെ -2 -5 ആൻഡ് അതപ്പോൾ x1 എന്ന് പറയുന്നത് എത്ര വരും? -2. y1 എന്ന് പറയുന്നതോ -5 അല്ലേ. ദെൻ ബിയുടെ പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 എന്താണ് 5. അപ്പം x1 എന്ന് പറയുന്നത് എന്താണ്? 2 വരും. y2 x2 എന്ന് പറയുന്നത് 2 വരും. y2 എന്ന് പറയുന്നത് 5 വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഈ ഫോമിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം അല്ലേ. x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? x1 എന്ന് പറയുന്നത് -2 ആണ്. x2 എന്ന് പറയുന്നത് 2 ആണ്. +2 ഡിവൈഡ് ബൈ 2 കോമ പിന്നെയോ y1 പ്ലസ് y1 എന്ന് പറയുന്നത് -5, y2 എന്ന് പറയുന്നത് +5 ഡിവൈഡ് ബൈ 2. ഇനി -2 + 2 അതായത് ഇവിടെ എന്താണ്? ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ എന്താണ്? രണ്ടും കൂടെ എന്തായിപ്പോവും? 0 ആയിപ്പോവും അല്ലേ. പിന്നെയോ 5 -5 + 5 കൂടെ 0 ആയിപ്പോവും. അപ്പോൾ എന്താണ് കിട്ടുന്ന ആൻസർ? 0 0. അപ്പോൾ 0 0 ഈ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ. അപ്പം എ ആണ് അതിൻ്റെ ആൻസർ. ഏതാണ്? എ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഇഫ് P ഓഫ് A/3 4 ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിന്റ് Q -6 5 ആൻഡ് R -2 3 then the value of A is. എയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഏത് ഓപ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പം നമുക്ക് എന്താ പറയുന്നത്? P of A/3 4 ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്ക് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് P എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് A/3 4 ആണ് അല്ലേ. പിന്നെയോ അത് നമുക്ക് P എന്ന് കൊടുക്കാം. പിന്നെയോ പോയിന്റ് QR എന്ന് പറഞ്ഞാൽ ഏതാണ്? QR അല്ലേ. Qൻ്റെയും Rൻ്റെയും പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. -6 5, Rൻ്റെത് -2 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അതായത് മിഡ് പോയിന്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കും? മിഡ് പോയിൻറ്റിൻ്റെ ഫോമിൽ നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? മിഡ് പോയിൻ്റ് ഓഫ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ എന്താണ് ഫോമുല? x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2 y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2 അല്ലേ. അപ്പോൾ x1 പ്ലസ് x2 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുന്നത്? അത് മിഡ് പോയിന്റ് എത്രയാണ് തന്നിരിക്കുന്നത്? മിഡ് പോയിന്റ് നമുക്ക് കണ്ടുകൊണ്ട് A/3 4. അപ്പോൾ നമുക്കിവിടെ അതുപോലെ തന്നെ എഴുതാം A/3 4. മിഡ് പോയിൻറ്റിൻ്റെ വാല്യൂ അതായത് x1 x2 തന്നിട്ടുണ്ട്. ഇത് Qൻ്റെയും Rൻ്റെയും വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. QR എന്ന് പറഞ്ഞാൽ -6 5 അതിൻ്റെ Rൻ്റെത് -2 3 അല്ലേ. അതിൽ നമ്മൾ x1 എന്ന് പറയുന്നത് -6 വരും. ദെൻ y1 എന്ന് പറയുന്നത് 5 വരും. x2 എന്ന് പറയുന്നത് -2 വരും. y2 എന്ന് പറയുന്നത് എത്രയാണ്? 3 വരും. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. x1 + x2/2. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? -6 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ -2 ഡിവൈഡ് ബൈ 2 y1 + y2. y1 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് y2 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡ് ബൈ 2. നോക്കിക്കേ -6 -2 -6ഉം -2ഉം കൂടെ ആകുമ്പോൾ -8 ഡിവൈഡ് ബൈ 2. ഇവിടെ 8 ഡിവൈഡ് ബൈ 2 അല്ലേ. ഇവിടെ എത്ര വരും? -4 വരും. ഇവിടെ 4ഉം വരും. അപ്പം എന്താണ് നമുക്ക് പോയിന്റ് കിട്ടിയിരിക്കുന്നത്? QR പോയിന്റ് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്?
-4 4 അല്ലേ? അതെന്ന് പറയുന്ന മിഡ് പോയിന്റ് ഏതാണ്? a/3 4 വരും. a/3 പോയിൽ ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് കോർഡിനേറ്റ് ആണ്, ഇതൊന്നും വൈ കോർഡിനേറ്റ്സ് അല്ലേ? വൈ കോർഡിനേറ്റ്സ് 4 4 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ a/3 = -4 ഇടാം. a/3 4 എന്ന് പറയുന്നത് എന്താണ്? -4 4 എന്നുള്ള കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എസ് കോർഡിനേറ്റ്സ്, ഇത് വൈ കോർഡിനേറ്റ്സ് അല്ലേ? നോക്കിയാൽ വൈ കോർഡിനേറ്റ്സ് ഇവിടെ 4 4 ആണ്. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് എടുക്കാം. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് a/3 = എന്താണ്? -4 വരും അല്ലേ? therefore a എന്ന് പറയുന്നത് എന്താണ്? -4 × 3a = എത്ര വിടും? -12. ഈ ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. മനസ്സിലായി? എയുടെ വാല്യൂ കിട്ടിയിരിക്കുന്ന -12 ആണ്. അപ്പം മിഡ് പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ മിഡ് പോയിന്റ് ഓഫ് ദ പോയിന്റ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ ഓഫ് എ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി.